ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. നമ്മൾ റെഡി ആയിട്ട് നടന്നിട്ട് കോളേജിൽ പോവാണ്. പിന്നെ ആസ് യൂഷ്വൽ ബസ് വരുന്നു, കയറി പോണു. ഇന്നും PHCയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീക്കോ PHC. സോ മേ ബി ഇന്നായിരിക്കും PHCയിലെ ലാസ്റ്റ് ഡേ. ബിക്കോസ് നാളെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടായിരിക്കും പോവുക. ഹലോ ഗായ്സ്, വെൽക്കം ടു ജാക്സൺസ് ടോക്സ് യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇന്ന് ഞങ്ങൾ എവിടെ പോകുന്നതെന്നുള്ളത് ജാക്സൺ പറയും. ജാക്സൺ പറയുന്നില്ല, എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് പറയാം. നമ്മളിന്ന് പോകുന്നത് മസാല ദോശ കഴിക്കാനാണ് ഗൈസ്. മസാല ദോശ കിട്ടുന്ന കട എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളത് തപ്പി പോവുകയാണ്. രാഗി ഒന്ന് പറ, ഒരു ഹായ് കൊടുക്ക് ജാക്സൻ്റെ യൂട്യൂബ് ചാനലിൽ. ഹായ്. അപ്പം നമ്മളെ കട കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതാണ്. അപ്പം ഇവിടെ എവിടെയോ ആണെന്നാണ് അവന്മാർ പറഞ്ഞത്. അപ്പം നമ്മൾ കട കണ്ടുപിടിച്ചിട്ട് വരും. ഓക്കെ, ബൈ. അപ്പോൾ അതേ കട കണ്ടെത്തി. പക്ഷേ വന്നു അപ്പം തന്നെ വട പറഞ്ഞു, ദോശയും പറഞ്ഞു. വട എടുത്തത് എന്താ തീർന്നു. പിന്നെ ഓർത്ത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. സോ ഇതേ വട തീർന്നു. ഒരു പ്ലേറ്റ് വട. നല്ല വട കേട്ടോ. നല്ല നല്ല പോളിങ്ങാ. ആൾക്കാർക്ക് ഈ കട റെക്കമെൻഡ് ചെയ്യുന്നു. ഇതുവഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കടയിൽ കയറി എല്ലാവരും. അതന്നെ ഹോട്ടലിന്റെ പേര് മിനി ക്യാൻറ്റീൻ. ദെൻ എല്ലാത്തിനും ഡേറ്റ് വേണം കേട്ടോ. മസാല ദോശയ്ക്ക് 40, ദെൻ പുരി ബജി ഉണ്ട്, അതിന് 30, ദെൻ വട ഒരു പ്ലേറ്റ്, അതായത് 2 വട 30. നല്ലതാണ്. ഇത് കണ്ടോ, നല്ല ഫ്രഷ് മസാല ദോശയാണ് കേട്ടോ. നല്ല ചൂട് ദോശ മസാല ദോശ. നമ്മുടെ ചൂട് മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ദോശ. അതെ, രണ്ടാമത്തെ ഇപ്പം ആവും. നമ്മൾ രണ്ടാമത്തെ ആയി. ദോശ റെഡി ആയിട്ടുണ്ട്. സോ ഇല്ല പ്രോബ്ലം ഇല്ല. ഇല്ല, ഇതൊന്നും ലേശം പൊട്ടിപ്പോയി, അതാ. ഇല്ല പ്രോബ്ലം ഇല്ലല്ലോ. സോ നമ്മുടെ എല്ലാവരും തീറ്റയുടെ തിരക്കില്ല. സ്നാപ്പ് ഇടല്, സ്റ്റോറി ഇടല്. അപ്പം ഇനി ഞങ്ങൾ കഴിക്കണ്ടേ. ദോശ കഴിച്ച് കഴിഞ്ഞു. അപ്പം മെറിൽ മാമിന് കാപ്പി വേണം. അല്ല, കാപ്പി അല്ല, കോഫി. മാം എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഷോപ്പിംഗ് ആണ്. രാഗി എന്താ മേടിച്ചേക്കണേ? രാഗി ഇന്ന് മേടിച്ചത് ഗ്രേപ്സ്. ഹെൽത്തി ഡയറ്റ്.
അപ്പം അങ്ങനെ അടുത്ത ഷോപ്പിംഗ് തീർന്നു. ഇനി നടന്ന് PHC. അപ്പോൾ ഇന്ന് തൊട്ട് ഞങ്ങളുടെ PHC മാസം കഴിയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അല്ലല്ല നാളെ നമുക്ക് പ്രോഗ്രാം ഇത് മൺഡേ ചിലപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ നമ്മളിത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചൊക്കെ വൈകിട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബ്ലോഗ് അടുത്ത ബ്ലോഗ് പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ സർവേക്ക് ഇറങ്ങുന്നതായിരിക്കും. ഞങ്ങൾ മാങ്ങ പറിക്കുന്നതും പാർക്കിൽ കളിക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾ കാണാം. നാളെ പ്രോഗ്രാം കാണാൻ പോവാം. അപ്പം അങ്ങനെ ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു നമ്മുടെ PHCയിൽ. അപ്പം സിസ്റ്റേഴ്സിനോടൊക്കെ ബായ് പറഞ്ഞു, അവർ താങ്ക് യു ഒക്കെ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് താങ്ക് യു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ് PHCന്ന്. അങ്ങനെ PHC ലാസ്റ്റ് പോസ്റ്റിംഗ് കഴിഞ്ഞു. മെർലിൻ നല്ല പോസ്റ്റിംഗ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ആവശ്യത്തിനുള്ള പണികളുണ്ട്, നമുക്ക് ചെയ്യാം. നല്ല പഠിക്കാനൊക്കെ കുറച്ചൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ മരുന്നിനെ പറ്റിയൊക്കെ എല്ലാവർക്കും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു അർബൻ PHC ചെപ്പു അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. കാരണം ഞാൻ ഇന്ന് ഡ്രസ്സിങ്ങിലായിരുന്നു. കുറച്ച് പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ. ദെൻ ഫാർമസിയിൽ പോയി, ഇഞ്ചക്ഷൻ റൂമിൽ പോയി, എല്ലായിടത്തും കൈകടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. സോ ഇനി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ദെൻ ബസ് വരും, ബസ്സിൽ കയറും, പോകും. 1 വീക്ക് നല്ലതായിരുന്നു. മനസ്സ മൊല്ലൻ പറഞ്ഞതാ. അപ്പോൾ ബസ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. സമയം കുറേ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി വിൻസെന്റിന് വട്ടത്തിൽ ഊക്കി വിടാണ്. വിൻസെന്റിന് എന്തെങ്കിലും പറയാണ്ടാ? അതൊക്കെ പറ്റൂ. ഞാൻ ബസ് ഇറങ്ങി, പക്ഷെ ഇന്ന് ലേറ്റായി. ബസ് വരാൻ തന്നെ ലേറ്റായി. പിന്നെ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ലേറ്റായി. അപ്പം അങ്ങനെ ഇന്നത്തെ പോസ്റ്റും കഴിഞ്ഞു. ഇന്ന് ഉണ്ടായിരുന്നില്ല, നല്ല ദിവസമായിരുന്നു, പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് ഒരു വീക്ക് അങ്ങനെയാണ് കഴിയാൻ പോവാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് തുടങ്ങിയിട്ട്. നാളെ ഞങ്ങൾക്ക് പ്രോഗ്രാമാണ്. സോ നാളെ പോസ്റ്റിംഗ് ഇല്ല. അതിന് പകരം അതായത് സർവേയും കാര്യങ്ങളൊന്നുമില്ല, പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകും നാളെ. അപ്പം ഇനി ആസ് യൂഷ്വൽ കോളേജിൽ പോകണം ഉച്ചയ്ക്ക് ശേഷം. അങ്ങനെ